Good evening, everyone. I'm Avani Pramod. ഞാനൊരു ബേസിക്കലി ഒരു പീഡിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. കാലിക്കറ്റ് ആണ് സ്ഥലം. ഇപ്പോൾ കാലിക്കറ്റ് തന്നെയാണ് ജോയിൻ ചെയ്തത്. ബട്ട് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ തൃശ്ശൂർ തന്നെയാണ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സെഷനാണ് നമ്മുടെ വെൽനസ് കമ്മ്യൂണിന്റെ കമ്പാഷന്റെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ഒതന്റിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു സെഷനാണിത്. അപ്പൊ എല്ലാവരും ഫുള്ളി ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് റൈറ്റ് ഡൗൺ ചെയ്യേണ്ടവരൊക്കെ റൈറ്റ് ഡൗൺ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇൻഫോർമേഷൻ ആയിരിക്കില്ല പലർക്കും. ബിക്കോസ് ഞാനൊക്കെ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ എക്സ്ട്രാ കുറെ മണി പേ ചെയ്തിട്ടാണ് ഇങ്ങനത്തെ വർക്ക്ഷോപ്സും ഓരോ വലിയ ട്രെയിനേഴ്സിന്റെയും കുറെ ഡോക്ടേഴ്സിന്റെ ഒക്കെ വർക്ക്ഷോപ്സും സർട്ടിഫിക്കേഷൻസും ഒക്കെ ചെയ്യണത്. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ടോപ്പിക് എസ്പെഷ്യലി നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും അതിനായിട്ട് റെഡി ആയിരിക്കുക. നോട്ട് ഡൗൺ ചെയ്യേണ്ടവർ നോട്ട് ഡൗൺ ചെയ്യുക. സോ നമുക്കറിയാലേ, മസിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു ലാർജസ്റ്റ് ഓർഗനാ. മസിലിന് നമ്മൾ എന്തൊക്കെ കൊടുക്കും? ന്യൂട്രിയൻസ് കൊടുക്കും, പ്രോപ്പർ എക്സസൈസസ് കൊടുക്കും. അതൊക്കെയാണ് അതിന്റെ ഗ്രോത്തിനൊക്കെ ഇമ്പാക്ട് ചെയ്യുന്ന കാര്യം. അപ്പൊ ഇതല്ലാതെയും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മസിലിനെ ഇമ്പാക്ട് ചെയ്യും. അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സ്ട്രെസ്സും സ്ലീപ്പും ഒക്കെ നമ്മുടെ മസിൽസിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്ന് നമുക്കിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്പീക്കർ തന്നെയാണ് നമുക്കിന്ന് ഇവിടെ ഉള്ളത്. ആളൊരു സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കോളജിസ്റ്റ് കൗൺസിലർ ആണ്, PhD ഉണ്ട് സൈക്കോളജിയിൽ. ആൻഡ് ഇങ്ങനെ കുറച്ച് സെവറൽ ഇയേഴ്സ് ആയിട്ട് ഇങ്ങനത്തെ കുറെ പേരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൈക്കോളജിക്കലിയും എല്ലാ അഡ്വൈസുകളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട്. അപ്പം ആൾ കണ്ണൂരിൽ നിന്നാണ്. അധികം കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഞാൻ ഡോക്ടറെ ഇൻവൈറ്റ് ചെയ്യാണ്. ഡോക്ടർ സനിൽ ഫ്രം കണ്ണൂർ. വെൽക്കം സർ. താങ്ക് യു. വണ്ടർഫുൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി വേണ്ടത് നമുക്ക് ടോപ്പിക്കാണ്. ഞാനിപ്പോൾ ജോയിൻ ചെയ്തത് കണ്ണൂരിൽ നിന്നാണ്. അതിന്റെ ഒന്നിച്ച് തന്നെ ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാനിപ്പോൾ ഇനി അടുത്ത ഒരു മേ ബി 40-45 മിനിറ്റ്സ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിനെ കുറിച്ചാണ്. നമ്മുടെ ശരീരവും മനസ്സും തമ്മിൽ ഒരുപാട് കോർഡിനേഷൻ ഉണ്ടെന്ന് നമുക്കെല്ലാം അറിയുന്നതല്ലേ. നമ്മുടെ ചിന്ത എത്തുന്നിടത്തേ നമ്മുടെ ശരീരം എത്തുള്ളൂ. ഇങ്ങനെയൊക്കെ കുറെ ഫാക്ടേഴ്സ് നമ്മൾ മുമ്പ് തന്നെ പലതും കേട്ടിട്ടുണ്ട്. അച്ഛനമ്മമാരിൽ നിന്നോ അല്ലെങ്കിൽ മുത്തച്ഛന്മാരിൽ നിന്നോ ഒക്കെ ഇത് കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിനെ എങ്ങനെയാണ് സയന്റിഫിക്കലി നമുക്ക് നമ്മുടെ സഹായത്തിന് ഉതകുന്ന രീതിയിലേക്ക് എത്തിക്കുക, അതാണ് ഇന്നത്തെ സെഷന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. വെൽനസ് കമ്മ്യൂൺ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ടോപ്പിക്ക് സ്ട്രെസ്, സ്ലീപ്പ്, ഇത് രണ്ടും നമ്മുടെ ഓരോരുത്തരുടെയും മസിലിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ സ്ട്രെസ് എന്ന് പറയുമ്പോൾ സ്ട്രെസ് അധികമാകുമ്പോഴാണ് നമുക്ക് പ്രോബ്ലം വരുന്നത്. അതുപോലെ തന്നെ സ്ലീപ്പ് എന്ന് പറയുന്നത് ഉറക്കം കുറഞ്ഞു പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ആദ്യമേ ഞാനങ്ങ് പറയാം. ശരിക്കും ഈ ഒരു വെൽനസ് കമ്മ്യൂൺ ഹെൽത്ത്, അതുപോലെ തന്നെ സയൻസ്, ശാസ്ത്രം, ആരോഗ്യം, നമ്മുടെ ഒരു ആൾക്കൂട്ടം, ഇത് മൂന്നും കമ്പൈൻ ചെയ്തിട്ട് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് ടീം കമ്പാഷൻ ആണ്. സോ ഐ എം ജസ്റ്റ് റെപ്രസെന്റിങ് ദ ഫങ്ഷൻസ് എന്നൊന്നും മനസ്സിലാക്കാം. എന്താണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്? നമ്മുടെ എല്ലാ ചലനങ്ങൾക്കും ഈ ചലനങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ, ഞാനിപ്പോ സംസാരിക്കണമെങ്കിൽ ഒക്കെ നമുക്ക് മസിൽസ് കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യേണ്ടതുണ്ട്. ഞാനുമെങ്കിൽ അതിന് പോസ്റ്ററൽ സപ്പോർട്ട് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ എന്റെ ശരീരത്തിന് ഒരു 37.8 ഡിഗ്രി സെൽഷ്യസ് ചൂട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് തീർച്ചയായും ചൂടും ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ ഒരു സബ്സ്റ്റൻസ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഞാനിപ്പോ പുറത്ത് ഒരു ടേബിളോ അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളം മൂവ് ചെയ്യുന്നതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ശരീരത്തിനകത്ത് ഇപ്പൊ ഞാൻ കഴിച്ച ഭക്ഷണം അന്നനാളത്തിൽ കൂടെ മൂവ് ചെയ്യണമെങ്കിൽ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന ഒരു മോഡലിനകത്ത് ഇങ്ങനെ ഒരു സൗണ്ട് വരുന്നത്. അതുപോലെ തന്നെ എഴുതാൻ പറ്റണമെങ്കിൽ ഈവൻ എന്റെ ആംഗ്യത്തിൽ കൂടി പോലും ഞാൻ മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്റെ മസിലുകൾ കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യണം. ഓക്കെ. ഓർഗൻസ്, നമ്മുടെ ശരീരത്തിനകത്തെ എല്ലാ ഓർഗൻസും, അവയവങ്ങളും, അതുപോലെ തന്നെ കുഴലുകളും, രക്തക്കുഴലുകളായിക്കോട്ടെ, അന്നനാളം പോലെയുള്ളതായിക്കോട്ടെ, എല്ലാ കുഴലുകളും ഒക്കെ ഈ മസിലുകൾ കൊണ്ട് തന്നെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മസിൽസ് ആർ സ്റ്റോറേജ് ഹൗസസ്.
എനർജി ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മസിൽസിന് കഴിവുണ്ട്. ഈവൻ വെള്ളം പോലും മസിലുകളിൽ ഉണ്ട്. സോ ഇതൊക്കെ എങ്ങനെയാണ് ഈ മസിലുകൾക്ക് ചെയ്യാൻ പറ്റുന്നത്? മസിലുകൾ കുറെ അതിന്റെ കുറച്ചുകൂടി സ്പ്ലിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ മസിലുകൾ ഫൈബേഴ്സ് ആണ്, മസിൽ ഫൈബർ ആണ്. ഈ മസിൽ ഫൈബറുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ചില ഗുണങ്ങൾ ആവശ്യമുണ്ട്. അത്തരം ഗുണങ്ങളിൽ ഒന്ന് പറയുന്നത് എക്സൈറ്റബിലിറ്റി. ഒരു മസിലിന് എന്തെങ്കിലും ഒരു ട്രിഗർ കിട്ടുന്ന സമയത്ത് അത് എക്സൈറ്റഡ് ആയിട്ട് അതിന്റെ പ്രവർത്തനം തുടങ്ങണം. ഓക്കെ. രണ്ടാമത്തത് എക്സ്റ്റെൻസിബിലിറ്റി എന്ന് പറയും. അത് സ്ട്രെച്ച് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ കോൺട്രാക്ട് ചെയ്യാൻ പറ്റണം. സ്ട്രെച്ച് ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ള സാധനം അതുപോലെ തന്നെ ചുരുങ്ങി വരണം. അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയും. എവിടുന്നാണോ ഒരു കോൺട്രാക്ഷൻ നടന്നിരിക്കുന്നത് ഈ കോൺട്രാക്ഷനും സ്ട്രെച്ചും ഈക്വൽ ആയിരിക്കണം. നമ്മൾ എവിടുന്നാണോ സ്ട്രെച്ച് ചെയ്തത് അതേ സ്ഥലത്തേക്ക് തന്നെയാണ് തിരിച്ചു വരേണ്ടത്. എലാസ്റ്റിസിറ്റി എന്ന് പറയും. അതുപോലെ തന്നെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് മസിലിന് വേണമെങ്കിൽ വർദ്ധിക്കാനും വളരാനും അതുപോലെ തന്നെ വേണമെങ്കിൽ അത് ചുരുങ്ങാനും പറ്റണം. അപ്പോൾ ചില മസിൽ ചുരുങ്ങുന്ന ചില രോഗങ്ങളൊക്കെ ഉണ്ട്. ഇത്തരം രോഗങ്ങളൊക്കെ മസിലിന്റെ ഒരു ഗുണം ആണ്, ആ ഗുണത്തിന്റെ ഒരു പ്രകടനമാണ് അവിടെ നടക്കുന്നത്. നമ്മൾ കൂടുതൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത്, നേരത്തെ ആവണി പറഞ്ഞ പോലെ കൂടുതൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബൈസെപ്സ് ഒക്കെ വലുതായി വരുന്നുണ്ടെങ്കിൽ അതും മസിലിന്റെ ഗുണമാണ്. അതുപോലെ തന്നെ സാർക്കോപീനിയ പോലെയുള്ള രോഗങ്ങളും ഈ ഗുണത്തിന്റെ ഒരു വകഭേദം മാത്രമാണ്. സോ മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, മസിലുകൾക്ക് പ്രധാനപ്പെട്ട 3 ഗുണങ്ങൾ ആവശ്യമുള്ളത്. ഒന്ന് സ്ട്രെങ്ത് വേണം, ശക്തി വേണം, എൻഡ്യൂറൻസ് വേണം, കൂടുതൽ നേരം നിലനിൽക്കണം. അതുപോലെ തന്നെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡും ശക്തിയും ഒരുമിച്ചുണ്ടാകുമ്പോഴും, വേഗതയും ശക്തിയും ഒരുമിച്ചുണ്ടാകുമ്പോഴാണ് പവർ എന്ന് പറയാം. ഈ 3 കാര്യങ്ങളും ബേസിക്കലി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും അല്ലെ? സ്ട്രെങ്ത് ഉണ്ടാവണം, എൻഡ്യൂറൻസ് ഉണ്ടാവണം, അതുപോലെ തന്നെ പവർ ഉണ്ടാവണം. നമ്മളിപ്പോഴേ കണ്ടത് ഈ സ്മൂത്ത് മസിലും കാർഡിയാക് മസിലും സ്കെലിറ്റൽ മസിലും കൂടിയിട്ടാണ് നമ്മുടെ ടോട്ടൽ മസ്കുലർ സിസ്റ്റം ഉള്ളത്. ഈ മസിൽസിനെ എല്ലുകളുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ലിഗമെന്റ്സ് ആണ്. അങ്ങനെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മസിലുകളിലേക്ക് ശക്തി കിട്ടുന്നത്. എല്ലുകൾ അനങ്ങുന്നതിനനുസരിച്ച് മസിലിനും ശക്തി കിട്ടുന്നതൊക്കെ ഈ ഒരു കോർഡിനേഷൻ കിട്ടുന്നത്, ശക്തി എന്നല്ല ഞാൻ പറയാം, കോർഡിനേഷൻ കിട്ടുന്നത് ഇത് രണ്ടും കൂടിയിട്ട് ലിഗമെന്റ്സുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ്. ഓക്കെ. സോ ഇതില് നമുക്കിത് എങ്ങനെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ സപ്പോസ് നമ്മുടെ കൈ അടുക്കളയിൽ വെച്ച് എന്തെങ്കിലും മുറിക്കുന്ന സമയത്ത് പെട്ടെന്ന് കൈക്ക് മുകളിലേക്ക് കത്തി കൊണ്ടുപോയി, ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ 2 കൈയും വലിയും അല്ലെ? ഒന്ന് ആ കത്തിയുള്ള കൈയും അതുപോലെ തന്നെ നമ്മുടെ മുറിഞ്ഞ കൈയും, രണ്ടിനും പെട്ടെന്ന് തന്നെ റിഫ്ലക്സ് ആക്ഷൻ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ തീയുടെ അടുത്തേക്ക് അറിയാതെ കൈ കൊണ്ടുപോയി കഴിഞ്ഞാലോ പെട്ടെന്ന് തന്നെ കൈ അവിടുന്ന് റിഫ്ലക്സ് ആയിട്ട് തിരിച്ചു വരും. സോ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഒരു സെൻസറി ന്യൂറോൺ വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം ഈ സെൻസറി ന്യൂറോൺ നമ്മുടെ ബ്രെയിനിലേക്ക് മെസ്സേജ് കൊടുക്കും, എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന്. ഇൻസ്റ്റന്റ് ആയിട്ട് മോട്ടോർ ന്യൂറോൺ കമാൻഡ് കൊടുക്കും, നിങ്ങൾ കൈ അവിടുന്ന് വലിച്ചോളും. എല്ലാം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ കഴിഞ്ഞില്ലേ? എത്ര ഫാസ്റ്റ് ആയിട്ടാണ്! നല്ല കോർഡിനേഷൻ. കറക്റ്റ്. സോ ചില ആൾക്കാർക്ക് ഈ കോർഡിനേഷൻ വർക്ക് ചെയ്യാത്ത സമയത്ത് അവിടെ ചിലപ്പോൾ കൂടുതൽ പൊള്ളലുകളൊക്കെ അനുഭവപ്പെടാം. ഇത് കൂടുതൽ തണുപ്പ് കാലങ്ങളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. കാരണം അവരുടെ ആ ന്യൂറോൺ റിഫ്ലക്സുകൾ കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല. സോ ഒരു സ്റ്റിമുലസ് ഉണ്ടാവും, ഒരു റെസ്പോൺസ് ഉണ്ടാവും. ഇത് രണ്ടും കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ബേസിക്കലി മസിലുകളുടെ വർക്ക് വരുന്നത് തന്നെ ഒരുപക്ഷെ നമ്മളെ കറക്റ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പെയിൻ ഇല്ലാതിരിക്കാനാണ്, നമുക്ക് വേദന ഇല്ലാതിരിക്കാനും നമ്മുടെ ഡിസ്കംഫേർട്സ് കുറക്കാൻ വേണ്ടിയിട്ടുമാണ്. പക്ഷേ പ്രൊലോങ് ആയി കഴിഞ്ഞാൽ, ഇതേ കാര്യം തന്നെ കുറച്ച് കൂടുതൽ കാലം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തണുപ്പ് സ്ഥലങ്ങളിൽ ഒക്കെ നമ്മൾ ഹീറ്റർ ഓൺ ചെയ്തിട്ട് അതിന്റെ തൊട്ടടുത്ത് കാലൊക്കെ വെച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കാല് ചിലപ്പോൾ പൊള്ളിപ്പോകും. മുമ്പ് ഡിഫൻസിൽ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു കാര്യം നമുക്ക് അറിയാം. അവിടെ ന്യൂറോൺസിനൊന്നും വർക്ക് ചെയ്യാനുള്ള സമയം ഒരുപക്ഷെ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അറിഞ്ഞില്ല എന്ന് വേണം പറയാം. ഓക്കെ. സോ എന്താണ് നമ്മുടെ ഫിസിയോളജിക്കൽ സ്ട്രെസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിന് വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അത് മസിലുകളിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് ആ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് കറക്റ്റ് ആയിട്ട് പോകും. അതിനു വേണ്ടിയിട്ട് മസിൽ ടെൻസ് ആവും. ടെൻഷൻ ഉണ്ടാവുമ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. ഈ ടെൻഷൻ പക്ഷെ കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ബ്ലഡ് സർക്കുലേഷൻ കുറയും. ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ മസിൽ ഇൻഫ്ലെയിംഡ് ആവും, അല്ലെങ്കിൽ മസിലിനകത്ത് തന്നെ വീക്കം സംഭവിക്കാം. അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോർഡിനേഷനോ അല്ലെങ്കിൽ റിഫ്ലക്സിന്റെ ഒരു മൂവ്മെന്റോ നടക്കുന്നില്ല. റിഫ്ലക്സ് എന്ന് പറയുന്നത് അവിടെ മോട്ടോർ ന്യൂറോണും അതുപോലെ തന്നെ നമ്മുടെ
റിഫ്ലക്സ് ആക്ഷന് വേണ്ടിയിട്ടുള്ള ന്യൂറോണും തമ്മിലുള്ള കറക്റ്റ് കോർഡിനേഷൻ നടക്കുന്നില്ല. ഇത് നമ്മുടെ മൂവ്മെന്റ് കുറയ്ക്കും, ശരീരത്തിന്റെ ചലനം കുറയ്ക്കും, അത് വേദന ഉണ്ടാവുകയും ചെയ്യും. ഇത് തന്നെ വേദന ഉണ്ടാവുന്ന സമയത്തേക്ക് എന്ത് നമ്മൾ ചെയ്യും? മസിലുകളുടെ മൂവ്മെന്റ് പിന്നെയും കുറയ്ക്കും. പക്ഷെ അങ്ങനെ ആവുമ്പോൾ മസിലുകൾക്ക് സർക്കുലേഷൻ കുറയുമ്പോൾ അവിടെ ബ്ലഡും ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ എത്തുന്നത് കുറയും. ഇത് പിന്നെയും കൂടി കൂടി വരും ഈ വേദന. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സാധാരണഗതിയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലോലി അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ തുടങ്ങണം. അതാണ് ഫിസിയോതെറാപ്പിസ്റ്റ് ഒക്കെ പൊതുവെ ചെയ്യിക്കുന്നത്. സോ മസിൽ ടെൻഷൻ നമ്മുടെ ഈ റിഫ്ലക്സ് റിയാക്ഷനെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുക ഇനീഷ്യലി. പക്ഷെ അത് തന്നെ പ്രൊലോങ്ഡ് ഡ്യൂറേഷൻ, കൂടുതൽ നേരം നിൽക്കുന്ന സമയത്ത് നമുക്കത് ബുദ്ധിമുട്ട് ഉണ്ടാക്കണം. സൈക്കോളജിക്കൽ സ്ട്രെസ് ആണെങ്കിലോ, ഞാൻ ഇപ്പൊ പറഞ്ഞത് നമ്മുടെ ശരീരത്തിന്റെ മസിലുകളുടെ എല്ലുകളുടെയൊക്കെ ടെൻഷനെ പറ്റിയിട്ടാണ്. മനസ്സിനൊരു ടെൻഷൻ വരാനുള്ള ഒരു സമയമുണ്ട്. ഈ മനസ്സിനുള്ള ടെൻഷനും ശരീരം ഒരുപാടൊന്നും അങ്ങ് വ്യത്യാസമായിട്ട് കാണാറില്ല. കാരണം ടെൻഷൻ വരുന്ന സമയത്ത് സ്ട്രെസ് എന്ന് പറയുന്നത് തന്നെ പൊതുവെ നമ്മുടെ ബോഡിക്ക് ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് ഓടിപ്പോവാനോ രക്ഷപ്പെടാനോ ഉള്ള ഒരു ട്രിഗർ കൊടുക്കുന്ന കാര്യമാണ് സ്ട്രെസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ നിൽക്കും. പക്ഷെ പോസിബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് ഓടി രക്ഷപ്പെടും, അല്ലെ? ചെറിയ ഒരു മരമാണ് വീഴുന്നതെങ്കിൽ നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അവിടെ തന്നെ നിൽക്കും. പക്ഷെ വലിയൊരു മരം വീഴുമ്പോൾ നമ്മൾ അവിടുന്ന് മാറി നിൽക്കും. ഈ സ്ട്രെസ് നമ്മുടെ മനസ്സിന് വരുന്ന സമയത്തും അത് മസിലിനെ കോൺട്രാക്ട് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ന്യൂറോളജിക്കൽ ആക്ടിവിറ്റീസ് കൂടും. അത് നമ്മുടെ ബ്രെയിനിന്റെ ആക്ഷന് മാത്രമല്ല സർക്കുലേഷനെ കുറയ്ക്കുകയും ചെയ്യും. അങ്ങനെ കോർട്ടിസോളിന്റെ ലെവൽ, സ്ട്രെസ്സും കോർട്ടിസോളുമാണ് പ്രധാനപ്പെട്ട രണ്ട് റിലേഷൻ വരുന്ന ഹോർമോൺ എന്നറിയാലോ. കോർട്ടിസോളും അഡ്രിനാലിനുമാണ് സ്ട്രെസ് വരുമ്പോൾ കൂടുന്നത്. അതിൽ ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ കൂടും. അത് പലതരത്തിലുള്ള ടോക്സിൻസിനെ നിലനിർത്താൻ, ശരീരത്തിൽ തന്നെ നിലനിർത്താനും കാരണമാവും. അത് നമ്മുടെ വേദനകളെ അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, വേദനകളെ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അവിടെ നടക്കുക. ഇങ്ങനെ പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു പാറ്റേൺ തന്നെയുണ്ട്. എനിവേ, ആ ഒരു പാറ്റേൺ ക്രിയേറ്റ് ആയില്ലെങ്കിൽ പോലും ഈ സ്ട്രെസ് എഗൈൻ ഇവിടെ ഒരു സൈക്ലിക് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ ഇതുകൊണ്ട് പൊതുവെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ? ഒന്ന് മസിൽ ഫാറ്റിക്, നമുക്ക് പെട്ടെന്ന് തന്നെ മസിൽ സ്റ്റിഫ്നെസ് ഒക്കെ തോന്നാം. അതുപോലെ തന്നെ പെയിൻ ഉണ്ടാവും, വേദന ഉണ്ടാവും. മൊബിലിറ്റി തീർച്ചയായിട്ടും കുറയാണ് ചെയ്യുക. നമുക്ക് അവിടെ ഈവൻ മൂവ് ചെയ്യാൻ ശക്തി ഉണ്ടാവില്ല, വേണമെന്നുള്ള തോന്നലും ഉണ്ടാവില്ല. മനസ്സിനെ എഫക്ട് ചെയ്യും, ശരീരത്തിനെ എഫക്ട് ചെയ്യും. അതുപോലെ തന്നെ മറ്റ് ടെൻഷൻ, മയോസൈറ്റിസ് എന്നൊക്കെ പറയുന്ന മറ്റ് ചില രോഗങ്ങളൊക്കെ ഉണ്ട്. അത്തരം അവസ്ഥകളിലേക്കും ഒരുപക്ഷെ ഇത് എത്താം. TMS എന്ന് പറയുന്ന രോഗങ്ങളിലേക്കൊക്കെ ഇത് എത്താം. ഓക്കെ, സോ സൈക്കോളജിക്കൽ കണ്ടീഷൻസ് നമ്മുടെ മസിലിനെ എങ്ങനെയൊക്കെ ഇമ്പാക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നിപ്പോ ഹോസ്പിറ്റലുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാം. ഒരുപക്ഷെ ഒരു 3 പേര് പോകുമ്പോൾ ഒരാളുടെ പ്രശ്നം നോർമലി ഈ ഒരു മസിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് തന്നെ പ്രധാനമായിട്ട് സ്ട്രെസ് റിലേറ്റഡ് ആണെന്ന് കൂടി അറിയുമ്പോൾ നമുക്ക് അത്ഭുതം പെടേണ്ട ആവശ്യമില്ല. നമ്മൾ അവിടെ കറക്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ വേണ്ടത്. ഇതിൽ സ്ത്രീകളാണ് കൂടുതൽ എഫക്റ്റഡ്. നമ്മുടെ കൂടുതൽ എനർജി, കൂടുതൽ ടൈം, കൂടുതൽ പൈസയൊക്കെ ഒരുപക്ഷെ നമ്മൾ ഹോസ്പിറ്റലുകളിൽ കളയുന്നത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു റിക്കവറി ആവശ്യമില്ലേ? ഈവൻ ഒരുപക്ഷെ അങ്ങനെ പോകുന്ന രോഗികളിൽ ഡോക്ടർമാർ പറയുന്നത് അല്ലെങ്കിൽ ഡോക്ടർമാർ കണ്ടുപിടിക്കാത്ത രോഗങ്ങൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ തന്നെ കിടക്കുന്നുണ്ടാവും. ഇയാൾ വെറുതെ എന്നോട് പറയാണ്, ഞാൻ എത്ര നല്ല ഡോക്ടറെ വേറെ പോയി കാണും എന്ന് തീരുമാനിച്ചിട്ടാവും ഒരുപക്ഷെ ഡോക്ടറെ അടുത്ത് നിന്ന് നമ്മൾ ഇറങ്ങി വരിക. ഈ ഒരു ഫിസിക്കൽ ഡിസ്കംഫേർട്ട് കുറച്ചായിട്ട് കൂടി വരും. സമയം കഴിയുന്തോറും കൂടി വരും. ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ചില ഹോർമോണുകളുണ്ട്. ഈ ഹോർമോണുകളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ബ്രെയിനും. അപ്പോൾ പ്രധാനപ്പെട്ട ഹോർമോൺ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കോർട്ടിസോൾ ആണ്. ഈ കോർട്ടിസോൾ മസിൽ മെറ്റബോളിസം അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഡൗൺ, മസിലുകളെ ചെറുതാക്കി കൊണ്ടുവന്ന് അതിൽ നിന്ന് എനർജി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലേക്ക് എത്തും. എന്തുകൊണ്ടാണ് എനർജി ആവശ്യമുള്ളത്? കോർട്ടിസോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിനകത്ത് കൂടുതൽ ഗ്ലൂക്കോസ്, ബ്ലഡ് ഗ്ലൂക്കോസ് മെയിൻറ്റെയിൻ ചെയ്യൂ. ഈ ബ്ലഡ് ഗ്ലൂക്കോസ് നമ്മുടെ ഓട്ടം, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, ഓടാൻ വേണ്ടിയിട്ടായാലും അല്ലെങ്കിൽ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടായാലും എനർജി കൂടുതൽ സംഭരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബ്ലഡ് ഷുഗർ കൂടുകയും ചെയ്യാം. അതുപോലെ തന്നെ മറ്റ് 2 ഹോർമോണുകൾ ഗ്രോത്ത് ഹോർമോണും ടെസ്റ്റോസ്റ്റെറോണുമാണ്. ഈ 2 ഹോർമോണുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽ പ്രൊഡക്ഷനെ കൂട്ടും.
മസിൽ ഫൈബേഴ്സിന്റെ പ്രൊഡക്ഷൻ കൂട്ടുമ്പോൾ മസിലുകൾ ശരിയായ രീതിയിൽ ഉണ്ടാവും. പക്ഷെ ഈ രണ്ട് ഹോർമോണിന്റെ അളവ് കുറയാണ് ചെയ്യുന്നത്. കോർട്ടിസോളിന്റെ അളവ് കൂടും, അതേസമയത്ത് ഗ്രോത്ത് ഹോർമോണും ടെസ്റ്റോസ്റ്റെറോണും അളവ് കുറയും. അതുകൊണ്ട് മസിൽ ബ്രേക്ക് ഡൗൺ ആവുന്നത് കൂടുകയും ചെയ്യും, മസിലുകൾ ഉണ്ടാവുന്നതിന്റെ അളവ് കുറയുകയും ചെയ്യും. ഇത് രണ്ടും നമ്മുടെ മസിൽ റിക്കവറിയെയും റിപ്പയറിനെയും ബാധിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ചില മസ്കുലോസ്കെലിറ്റൽ കണ്ടീഷൻസ്, മസിലുകളെയും എല്ലുകളെയും ബാധിക്കുന്ന ചില കണ്ടീഷൻസ് ഒക്കെ നമുക്കുണ്ടാവാം. അതിൽ പ്രധാനപ്പെട്ടത് ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയാം. അതുപോലെ തന്നെ നെക്ക്, ഷോൾഡർ, നമ്മൾ ഇഞ്ചുറി എന്ന് പറയുന്നുണ്ടെങ്കിലും ആക്ച്വലി അവിടെ ഇഞ്ചുറി ഇല്ലെങ്കിൽ പോലും നമുക്ക് അവിടെ സ്റ്റിഫ്നെസ്സും മറ്റു പ്രോബ്ലംസ് ഫീൽ ചെയ്യാം. ഫൈബ്രോമയാൽജിയ മൊത്തം ബോഡിയുടെ ഒരു ക്ഷീണമായിട്ട് നമുക്ക് കാണാം. രാവിലെ എഴുന്നേറ്റിട്ട് മേ ബി 2-3 മണിക്കൂർ കഴിയുമ്പോഴേക്ക് തന്നെ 10 മണിയാകുമ്പോഴേക്ക് തന്നെ ഫുൾ ക്ഷീണത്തിലേക്ക് എത്തുക. അതിന് ഒരു കാരണം മസിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്നതാണ് ഫൈബ്രോമയാൽജിയ. ടെമ്പറോ മാൻഡിബുലാർ ജോയിന്റ് ഡിസ്ഫങ്ഷൻ വലിയ പേരാണ്, പേടിക്കേണ്ട. നമ്മുടെ നമ്മുടെ താടിയെല്ലും ഇവിടെ താടിയെല്ലുകളുടെ ഒരു അവസ്ഥയുണ്ടല്ലോ, ഇവിടെ ശരിക്കും മസിലുകളാണ് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. മാസറ്റർ എന്ന് പറയുന്ന ഒരു മസിലുണ്ട്, ഇതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മസില്. ഈ പവർഫുൾ ആയിട്ടുള്ള മസിൽ ഏകദേശം 200 പൗണ്ടാണ് അറ്റ് എ ടൈം യൂസ് ചെയ്യുന്ന എനർജി. അതിന് ചെറുതായിട്ടൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതാണ് ബ്രോക്സിസം എന്നൊക്കെ പറയുന്ന ഒരു വേർഡാണ് അതിന് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള എഫക്റ്റ് ഉണ്ടാവാം. അതുപോലെ തന്നെ പല ആൾക്കാർക്കുള്ള ലോവർ ബാക്ക് പെയിൻ. ഓക്കെ, സോ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രെസ് സ്ലോലി നമ്മുടെ ഉള്ളിലേക്ക് വരും. അത് നമ്മളെ മൊത്തത്തിലൊന്ന് ചുരുക്കിയെടുത്ത് മേ ബി എന്താ പറയാ, ഒരു ആട്ടയൊക്കെ കുഴച്ച് നമ്മളൊരു ഗോതമ്പ് മാവ് കുഴച്ച് ആട്ട ഉണ്ടാക്കുന്നില്ല, ആ ഒരു രീതിയിലേക്ക് ഫുൾ അങ്ങ് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിനെ ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഒരാൾ ഉറങ്ങണം എന്ന് പറയുന്നത്? ഈ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഉറക്കം എത്ര പേര് ഉറങ്ങാറുണ്ട് ദിവസവും ആ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട്? തീർച്ചയായിട്ടും ഇത് നമ്മുടെ ശരീരത്തിന് അത്രമാത്രം റിലാക്സിങ് ആണ്. ഈ ഒരു ചിത്രം കാണുന്നത് തന്നെ റിലാക്സിങ് ആണെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാലോ? തീർച്ചയായിട്ടും, അല്ലെ? എന്നാൽ ഇത് തന്നെ നമ്മുടെ ഇമോഷണൽ, അതുപോലെ തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള ബോഡി ഫങ്ഷനുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ബ്രെയിൻ ഫങ്ഷന് വേണ്ടിയിട്ട് എനർജി ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ കോശങ്ങളുടെ റെസ്റ്റോറേഷൻ, റിപ്പയർ, ഇത് രണ്ടും നടക്കണമെങ്കിൽ എല്ലാം നമ്മുടെ ശരീരം ചെറിയ ചെറിയ കോശങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണല്ലോ. ഈ കോശങ്ങൾ ശരിയായ രീതിയിൽ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ദിവസം നമുക്ക് ഫ്രഷ്നെസ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇമോഷണൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് ചിലപ്പോൾ കൂടെ ദേഷ്യം വരാം. അതുപോലെ തന്നെ വെയിറ്റ് മാനേജ്മെന്റിന് അല്ലെങ്കിൽ വെയിറ്റ് മെയിൻ്റനൻസിന് പോലും ഉറക്കം അത്യാവശ്യമാണ്. എനിവേ, ഈ ഒരു ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ മസിൽസ് ശരിയായ രീതിയിൽ റിപ്പയർ ചെയ്യുന്നതും നമ്മൾ ഒരുപക്ഷെ തലേന്ന് ചെയ്ത വർക്കൗട്ടിന്റെ ആ സമയത്ത്, വർക്കൗട്ടിന്റെ സമയത്ത് ഇപ്പം ഡോക്ടർ ജീവിയും അതുപോലെ തന്നെ വിമൽ സാറും ഒക്കെ രാവിലെ സെഷൻ എടുക്കുമ്പോൾ പറയാറില്ലേ, മസിലുകളിൽ ചെറിയ മൈനർ ടിയേഴ്സ് ഉണ്ടാവും. ഈ മൈനർ ടിയേഴ്സിനെ കവർ ചെയ്ത് അതിനെ കറക്റ്റ് ആക്കി കൊണ്ടുപോകുന്ന, അവിടെ റിപ്പയർ ചെയ്യുന്ന സമയം എപ്പോഴാണ്? നമ്മൾ ഉറങ്ങുമ്പോഴാണ്. അപ്പൊ എക്സസൈസ് മാത്രം ചെയ്താൽ പോരാ, തീർച്ചയായിട്ടും ഡെയിലി മൂവ്സ് ഇമ്പോർട്ടന്റ് ആണ്, ഒപ്പം തന്നെ രാത്രിയിലെ ഉറക്കവും ഇമ്പോർട്ടന്റ് ആണ്. സോ എന്താണ് നമുക്ക് ഈ ഒരു റിക്കവറിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെസ്റ്റോറേഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ചെറിയൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി 5.5 മണിക്കൂർ ഉറങ്ങുകയാണ്. ഇദ്ദേഹത്തിന്റെ ഫാറ്റ് ലോസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 55%, അതുപോലെ തന്നെ മസിൽ ലോസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 60% ആണ്. അതേ സമയത്ത് 8.5 മണിക്കൂർ ഉറങ്ങിയ ഒരാളുടെ ഫാറ്റ് ലോസ് എന്ന് പറയുന്നത് 55%, അതുപോലെ മസിൽ പ്രിസർവ് ചെയ്തിരിക്കുന്നത് 60% ആണ്. നേരത്തെ 60% മസിൽ ലോസ് ഉണ്ടായിരുന്നു ഉറങ്ങാത്ത ഒരാളിൽ. ഒട്ടും ഉറങ്ങിയില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, 5.5 മണിക്കൂർ മാത്രം ഉറങ്ങിയ ഒരാളിൽ. അതേസമയത്ത് 8.5 മണിക്കൂർ ഉറങ്ങിയ ഒരാളിൽ 60% വരെ മസിൽസ് പ്രിസർവ് ചെയ്യാൻ പറ്റി. സോ മസിലിന്റെ ബ്രേക്ക് ഡൗൺ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലാതാകാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പുതിയ മസിൽ ഫൈബർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഈ ഉറക്കം അത്യാവശ്യമാണ്. ഒരു 7 to 8 hours ഉറക്കം തീർച്ചയായിട്ടും ഒരു അത്ലറ്റിന് വേണം എന്നാണ് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ തന്നെ പറയുന്നത്. അതുകൊണ്ട് എന്താണ് ഗുണം? അത് പെർഫോമൻസ് എൻഹാൻസ് ചെയ്യും. സ്ലീപ്പ് ഇല്ലെങ്കിൽ, ഉറക്കം ശരിയായ രീതിയിൽ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോർട്ടിസോളിന്റെ അളവ് കൂടും, GH ഹോർമോണിന്റെ അളവ് കുറയും, അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റെറോണിന്റെ അളവ് കുറയും, അതുപോലെ തന്നെ
ഇഞ്ചുറി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മസിലുകൾക്കോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാനുള്ള സമയം കൂടുതൽ വേണ്ടി വരും. ഓക്കെ, ഇതിന്റെ ഒരു പ്രധാന റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ GH ഹോർമോൺ, നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ പ്രധാനമായിട്ട് റിലീസ് ചെയ്യുന്ന സമയം നമ്മുടെ ഡീപ്പ് അഗാധ നിദ്രയിലാണ്. നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്റ്റേജ് എന്ന് പറയും. നമ്മുടെ ഉറക്കത്തിന് 4 സ്റ്റേജുകളുണ്ട്. ഈ 4 സ്റ്റേജിൽ ഓൾമോസ്റ്റ് 3ാമത്തെ സ്റ്റേജ് മുതലാണ് ഇത് തുടങ്ങുന്നത്. ആ NREM സ്റ്റേജിലാണ് പ്രധാനമായിട്ട് GH ഹോർമോൺ റിലീസ് ആവുന്നത് പോലും. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ശരിയായ ഉറക്കം അത്യാവശ്യമായിട്ട് കണ്ടെത്തേണ്ടതാണ്. അങ്ങനെ ഒരു പാറ്റേൺ ഇപ്പൊ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വേണം. അതുപോലെ തന്നെ അത്ലറ്റിക് പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാലോ നല്ല സ്ട്രെങ്ത് ഉണ്ടാവും, നല്ല സ്പീഡ് ഉണ്ടാവും, നല്ല എൻഡുറൻസ് ഉണ്ടാവും. അതേസമയത്ത് ഇതില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ റിയാക്ഷൻ ടൈം, ഇപ്പൊ ക്രിക്കറ്റ് കളിക്കുന്ന ഒരാള് എങ്ങനെയാണ് ആ കറക്റ്റ് സ്പോട്ടില് കറക്റ്റ് മൊമെന്റിൽ തന്നെ ആ ബാറ്റും ബോളും തമ്മിൽ കണക്ട് ചെയ്യുന്നത്? ആ റിയാക്ഷൻ ടൈമിന് കുറച്ച് കഴിഞ്ഞാൽ അത് കണക്ഷൻ കിട്ടില്ല. അതുപോലെ തന്നെ സ്പീഡിൽ വ്യത്യാസം ഉണ്ടാവും, ഓട്ടത്തിന് സ്പീഡില്ല, റൺഔട്ട് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ കോർഡിനേഷൻ ഉണ്ടാവില്ല. നമ്മൾ പറയും ഓക്കെ റണ്ണർ അവിടുന്ന് ഓടിക്കോളൂ, ഞാൻ ഇവിടുന്ന് ഓടാന്ന് പറയും, പക്ഷെ കാല് വെക്കാൻ ചലനത്തിന്റെ ശക്തി ഇല്ലെങ്കിലോ? ഞാൻ ജസ്റ്റ് ഇപ്പൊ നടക്കുന്ന IPL ആയിട്ട് ബന്ധപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു റിയാക്ഷൻ ടൈമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തീർച്ചയായിട്ടും ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ റിക്കവറി, എന്തെങ്കിലും തരത്തിലൊരു ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സമയം കൂടുതൽ വേണ്ടി വരും. ഓക്കെ, സോ ബിൽഡ് യുവർ മസിൽസ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ആയുസ്സിനും വേണ്ടിയിട്ട്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട്, സാധാരണ ഇപ്പൊ പ്രായമായല്ലോ എന്ന് എങ്ങനെയാ പറയുന്നത്? നമ്മൾ നരച്ച മുടിയാണോ, അതുപോലെ തന്നെ മീശ നരച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും. അതുപോലെ തന്നെ ചുളിവുകളുടെ എണ്ണം നോക്കിയിട്ടും ആവും. പൊതുവെ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ മുഖത്തെ ചുളിവുകളുടെ നോക്കിയിട്ട് തന്നെ പെട്ടെന്ന് അത് പറയാറുണ്ട്. പക്ഷേ അതിനേക്കാൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ശരീരത്തിൽ എത്ര പെർസെൻറ്റേജ് വരെ മസിലുണ്ട് എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ സ്കെലിറ്റൽ മസിലിന്റെ ടോട്ടൽ അളവ് എത്രയുണ്ടെന്നുള്ളതായിരിക്കും. അത് ഓൾമോസ്റ്റ് ഒരു 40 to 50% നിങ്ങളുടെ ടോട്ടൽ ബോഡി വെയിറ്റിന്റെ 40 to 50% ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ ആരോഗ്യത്തിനെ കൊണ്ടുപോകുന്ന, പ്രായമാകുന്ന എന്നല്ല അതിന് പറയാം, നല്ല രീതിയിൽ ആരോഗ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണെന്ന് പറയാൻ പറ്റും. സോ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന്, എക്സസൈസ്. എക്സസൈസിന് ഈ ഡെയിലി മൂവ്സ് എടുക്കുമ്പോൾ തന്നെ അതിന്റെ ഒന്നിച്ച് തന്നെ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഓരോ ഡെയിലി മൂവ്സിന്റെ സെഷൻ എടുക്കുമ്പോഴും അവിടെ കോച്ച് പറയാറുണ്ട്, നിങ്ങൾക്കാവുന്ന കപ്പാസിറ്റിയിൽ ശരിയായ ക്വാളിറ്റി ആയിട്ടുള്ള, ക്വാണ്ടിറ്റി വെച്ചിട്ടല്ല, ശരിയായ ക്വാളിറ്റി ഉള്ള എക്സസൈസ് ചെയ്യുക. 20 എണ്ണം ചെയ്യുക എന്നുള്ളതല്ല കമ്പൽസറി, 5 എണ്ണം ചെയ്യുന്നുണ്ടെങ്കിലും അത് ക്വാളിറ്റേറ്റീവ് ആയിട്ട് ചെയ്യുക. മോഡറേറ്റ് എക്സസൈസ് ക്യാൻ റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് ഈസ് മസിൽസ്. മസിലിന്റെ ടെൻഷൻ കുറച്ചിട്ട് അത് കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരികയാണ് ചെയ്യുക, ശരിയായ രീതിയിലുള്ള എക്സസൈസ്. അതേസമയത്ത് ഓവർ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാലോ അത് നമ്മുടെ മസിൽ ഫാറ്റിഗിലേക്ക് കൊണ്ടുപോകും. അവിടെ ബാലൻസ് ഈസ് ദ കീ. ഓക്കെ, രണ്ടാമത്തത് നമ്മുടെ ഇപ്പൊ പറഞ്ഞ ഫിസിയോളജിക്കൽ സ്ട്രെസ് ആണെങ്കിൽ സൈക്കോളജിക്കൽ സ്ട്രെസ്. സൈക്കോളജിക്കൽ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പല പാറ്റേൺസ് ഉണ്ട്. ശരിക്കും സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് ഒരുപക്ഷെ പറയുന്നത് ഈ ഒരു കാര്യത്തിനെ കുറിച്ചാണെങ്കിൽ, ഇവിടെ എക്സസൈസ് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും സൈക്കോളജിക്കൽ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. യോഗ ഹെൽപ്പ് ചെയ്യും, മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ മസിൽ റിലാക്സേഷൻ ടെക്നിക്കുകൾ ഉണ്ട്, അതൊക്കെ നമ്മുടെ മാനസിക ആരോഗ്യത്തിന് കൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. യോഗ, വിഷ്വലൈസേഷൻ പോലെയുള്ള ടെക്നിക്കുകൾ. വിഷ്വലൈസേഷൻ തീർച്ചയായിട്ടും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ലാസ്റ്റ് നമ്മൾ സ്ട്രെച്ചിങ്ങും അത് കഴിഞ്ഞിട്ടുള്ള ഒരു 1 minute പ്രെയർ, അതും തീർച്ചയായിട്ടും നമ്മൾ കറക്റ്റ് ആയിട്ട് ഉൾക്കൊള്ളണം രാവിലത്തെ ഡെയിലി മൂവ്സിന്റെ സമയത്ത്. അതുപോലെ സ്ലോ ആൻഡ് ഡീപ് ബ്രീത്ത്സ്, ഇത് നമ്മുടെ ബ്രീത്തിങ് എക്സസൈസ് ശരിക്കും നമ്മുടെ വയറും അതുപോലെ തന്നെ ഡയഫ്രം അതുപോലെ തന്നെ ലങ്സിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. ഇത് ഫിസിയോളജിക്കൽ ലെവലിലല്ല, സൈക്കോളജിക്കൽ ലെവലിൽ വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. നമുക്ക് ഉറക്കത്തിന് പല കാരണങ്ങൾ, ഉറക്കം ഇല്ലാതിരിക്കാനും കൂടുതൽ ഉറങ്ങാനും പല കാരണങ്ങളും ഉണ്ടാവും. അതിലൊന്ന് പൊതുവെ ജെനറ്റിക്സ് തന്നെയാണ്. രണ്ടാമത്തത് നമ്മുടെ സിർക്കാഡിയൻ ഋതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, സിർക്കാഡിയൻ ഋതത്തിൽ നമ്മൾ 2 or 3 സിർക്കാഡിയൻ ഋതമാണ് സാധാരണഗതിയിൽ ഒരു ദിവസത്തെ ഉറക്കത്തിൽ കൊണ്ടുവരുന്നത്. 3 ചിലപ്പോൾ 4 ഒക്കെ ഉണ്ടാവും. ഈ സിർക്കാഡിയൻ ഋതം 4 സ്റ്റേജ് ഉറക്കമായിട്ട് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോവുക. ഒപ്പം തന്നെ അതിനെ നമ്മൾ ഡേ ആൻഡ് നൈറ്റുമായിട്ട് കറക്റ്റ് ആക്കി കൊണ്ടുപോവാം. പകല് എന്തുണ്ട്, പകല്
എപ്പോഴാണ് അവസാനിക്കുന്നത് അത് മുതൽ നമ്മൾ ഉറക്കത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് ചെയ്യേണ്ടത്. അതുപോലെ എൻവയോൺമെന്റ് സ്യൂട്ടബിൾ ആയിരിക്കണം. ബിഹേവിയറൽ ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ കൊണ്ടുവരണം. അതുപോലെ ചില ഹെൽത്ത് കണ്ടീഷൻസും നമ്മളെ ഒരു പക്ഷേ എഫക്ട് ചെയ്യുന്നുണ്ടാവും. പെയിൻ, വേദനകൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ശരിയായ ഉറക്കം കിട്ടണമെന്നില്ല. പക്ഷെ അത് വേദനകൾ എപ്പോഴും ഉണ്ടാവില്ല നമ്മൾ ഉറങ്ങാൻ ശീലിച്ചു കഴിഞ്ഞാൽ. അതിന് ഏറ്റവും പ്രധാനമായിട്ട് ഒന്ന്, പ്രത്യേകിച്ചും സ്പോർട്സ് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡുമായിട്ട് നമ്മുടെ മസിലുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ ഒരു ശരിയായ ഷെഡ്യൂൾ ഫിക്സ് ചെയ്യുക, ഒരു ബെഡ്റൂം ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ബെഡ്റൂം ഫിക്സ് ചെയ്യുക എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെഡ്റൂമിൽ തന്നെ ടി വി വെച്ചിരിക്കുന്നു, നമ്മൾ ബെഡ്റൂമിൽ തന്നെ പുസ്തകം എടുത്ത് വായിക്കാൻ പോകുന്നു. എല്ലാം നമ്മുടെ ബെഡ്റൂമുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മുടെ മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് ഉറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കില്ല. നമ്മൾ നമ്മുടെ നല്ല ഒരു എന്താ കൂൾ ഡാർക്ക് എൻവയോൺമെന്റ് എന്ന് പറയാം, ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉറക്കം കിട്ടുന്നതാണ്. സ്ക്രീൻ ടൈം കുറക്കുക എന്ന് ഞാൻ പറയില്ല, പക്ഷെ സ്ക്രീൻ ടൈം ഒരു 10 മണിക്ക് ശേഷമുള്ളത് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുക. എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ചോയ്സാണ്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് സ്ക്രീൻ ടൈമിനെ ഒന്ന് മാറ്റി നിർത്താൻ പറ്റും. അതിനുശേഷം അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരും. ഒരുപക്ഷെ ആ സമയത്ത് ഏറ്റവും നല്ലത് നമ്മൾ പുസ്തകം വായിക്കുക എന്നുള്ള മെത്തേഡൊക്കെ ആയിരിക്കും. രാത്രി ഒരു 10 മണിക്ക് ശേഷം മേ ബി ഒരു 10 മിനിറ്റ് പോലും പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലത്. ചായ, കാപ്പി പ്രത്യേകിച്ച് വൈകിട്ട് 6 മണിക്ക് ശേഷം കുടിക്കാതിരിക്കുക. പൊതുവെ കാപ്പിയുടെയും ചായയുടെയും എണ്ണം ഒരു ദിവസം 1 or 2 ആയി നിലനിർത്തുന്നത് ഓക്കെയാണ്. അതിൽ കൂടുതലാവുമ്പോൾ അത് നമ്മുടെ ഉറക്കമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശരിയല്ല. അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിലുകൾ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ മസിലുകൾ നമ്മളെ നോക്കി ചിരിക്കാൻ തുടങ്ങും, നമുക്ക് വേണ്ടി ചിരിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു മസ്കുലർ സിസ്റ്റം ആണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഓക്കെ, താങ്ക് യു ആൻഡ് ബാക്ക് ടു പോസ്റ്റ്. താങ്ക് യു സർ, താങ്ക് യു ഡോക്ടർ. നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ തന്നെയായിരുന്നു. എല്ലാവരും നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. കാരണം എന്താണ് സൈക്കോളജിക്കൽ, എന്താണ് ഫിസിയോളജിക്കൽ, എന്താണ് അതിനെ എങ്ങനെയൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം എന്നുള്ള ടെക്നിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. നമ്മളെ ഡെയിലി മൂവ്സിന്റെ ഇമ്പോർട്ടൻസ് കൂടെ അതിന് ശേഷം നമ്മൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് തന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഈ സെഷനിൽ. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഡോക്ടറോട് താങ്ക് യു പറയാണ്. ആൻഡ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എക്സസൈസ് ചെയ്യുന്നതും നിങ്ങളുടെ മസിലിന്റെ സ്ട്രെസ് കുറയ്ക്കാൻ ഹെൽപ്ഫുൾ ആവും. അപ്പൊ നാളെ മോർണിംഗ് നമുക്ക് ഡെയിലി മൂവ്സ് ഉണ്ട്, അതും ആരും മറക്കണ്ട. അപ്പോൾ hope you enjoy the session. Thank you. Have a great day. Good night.